ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് എവരിബഡി. ദിസ് ഈസ് ശ്രീനാഥ് നന്ദിപുലം. വർഷങ്ങൾക്ക് ശേഷം എ ഫിലിം ബൈ വിനീത് ശ്രീനിവാസൻ ആൻഡ് ഫ്രണ്ട്സ്, സ്റ്റാറിംഗ് ശ്രീനിവാസനെ പോലെ ഇരിക്കുന്ന ധ്യാൻ ശ്രീനിവാസൻ, മോഹൻലാലിനെ പോലെ ഇരിക്കുന്ന പ്രണവ് മോഹൻലാൽ, നടി ഗൗതമിയെ പോലെ ഇരിക്കുന്ന നീത പിള്ള, ഐശ്വര്യലക്ഷ്മി പോലെ ഇരിക്കുന്ന കല്യാണി പ്രിയദർശൻ, പിന്നെ നിവിൻ പോളി ഉണ്ട്, ബേസിൽ ജോസഫ് ഉണ്ട്, ഷാൻ റഹ്മാൻ ഉണ്ട്, അതുപോലെ തന്നെ വിനീത് ശ്രീനിവാസനുണ്ട്. പിന്നെയും പേരിപ്പോൾ പുറത്തു പറയാൻ പറ്റാത്ത പലരും ഉണ്ട്. പിന്നെ വന്നവരും നിന്നവരും പോയവരൊക്കെ വളരെ ഭംഗിയിൽ പെർഫോം ചെയ്തൊരു സിനിമയാണ്. അതായത് ചെറിയ റോളുകളിൽ വരെ നമ്മൾ വിനീത് ശ്രീനിവാസന്റെ പഴയ പടങ്ങളിൽ കണ്ട ഒരുവിധ ആൾക്കാരൊക്കെ ഈ സിനിമയിലുണ്ട്. എല്ലാവരും നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. പക്ഷെ എടുത്തു പറയേണ്ട രണ്ടാൾക്കാർ, ഒന്ന് നിവിൻ പോളി ഈ പടത്തിന്റെ സെക്കൻഡ് ഹാഫിലെ വരണമെന്ന് വിനീത് ശ്രീനിവാസൻ ഓൾറെഡി ഇന്റർവ്യൂസിലൊക്കെ പറഞ്ഞതാണ്. സെക്കൻഡ് ഹാഫിൽ നിവിൻ പോളിയുടെ പോർഷൻസ് അത് ഡയറക്ടർ പറഞ്ഞ പോലെ തന്നെ മൂപ്പർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന കുറച്ച് സാധനങ്ങൾ അതങ്ങനെ വളരെ ഭംഗിയിൽ പൊളിച്ചടുക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ ഈ പടത്തിലെ ഏറ്റവും ബെസ്റ്റ് പെർഫോമർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ധ്യാൻ ശ്രീനിവാസനാണ്. ആസ് എ ക്യാരക്ടർ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്തിരിക്കുന്നത് ധ്യാൻ ശ്രീനിവാസനാണ്. ധ്യാൻ ശ്രീനിവാസൻ ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു, ഐ ആം ആസ് ഗുഡ് ആസ് മൈ ഡയറക്ടർ എന്ന്. അത് പറഞ്ഞത് വളരെ കറക്റ്റ് ആണ്. അത്ര കിടലായിട്ടാണ് മൂപ്പരെ ക്യാരക്ടേഴ്സ് ചെയ്തിരിക്കുന്നത്. പ്രണവ് മോഹൻലാലും ഒക്കെ നന്നായിട്ടാണ് ചെയ്തിട്ടുണ്ട്. പ്രണവ് മോഹൻലാലിന്റെ ഗ്രാഫ് ആസ് എൻ ആക്ടർ മുകളിലേക്ക് തന്നെയാണ്. പക്ഷെ ധ്യാൻ ആണ് ഈ പടത്തിലെ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പെർഫോമർ. ലെജൻഡറി സിംഗർ ബോംബെ ജയശ്രീയുടെ മകൻ അമൃത് രാംനാഥാണ് ഈ സിനിമയുടെ മ്യൂസിക് ഡയറക്ടർ. അമൃതിന്റെ ഫസ്റ്റ് പടമാണ്. ആസ് എ ഡെബ്യൂട്ടന്റ് അമൃതിന്റെ വർക്ക് ഈ സിനിമയിൽ വളരെ കിടിലാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു വിനീത് ശ്രീനിവാസൻ സിനിമയിൽ സംഗീതത്തിന് എത്രത്തോളം പ്രാധാന്യം ഉണ്ടെന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. മ്യൂസിക് ആളുടെ സിനിമയിലത്തെ ഒരു ക്യാരക്ടറാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു സിനിമയിൽ മ്യൂസിക് നന്നായി ചെയ്യാന്ന് പറഞ്ഞാൽ അതിനൊരു റിസ്ക് ഉണ്ട്. അത് മൂപ്പര് നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. കുറേ പാട്ടുകളുണ്ട്. ഇപ്പൊ ആകെ 2 പാട്ടല്ലേ അവർ പുറത്തു വിട്ടിട്ടുള്ളൂ. അതല്ലാതെ തന്നെ വേറെയും കുറച്ച് പാട്ടുകളുണ്ട്. പക്ഷെ ആ പാട്ടുകളുടെ പ്ലേസ്മെന്റ് അടക്കം നമ്മൾക്ക് അവിടെ ഒരു സോങ് ഉണ്ടെന്ന് പോലും ഫീൽ ചെയ്യില്ല. എന്നാൽ ആ സിറ്റുവേഷൻ കംപ്ലീറ്റ്ലി നമ്മുടെ ഉള്ളിലേക്ക് എത്തുന്ന രീതിയിലാണ് മ്യൂസിക് ചെയ്തു വെച്ചിരിക്കുന്നത്. അതിന്റെ പ്ലേസ്മെന്റും അടിപൊളിയാണ്. ഇതിന്റെ ആർട്ട് ഡിപ്പാർട്ട്മെന്റ് എക്സലന്റ് ആയിരുന്നു. 70കളിലെ കോടമ്പാക്കത്തിന്റെ സെറ്റൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ എല്ലാ ടെക്നിക്കൽ സൈഡ്സും നന്നായിട്ടുണ്ട്. വിശ്വജിത്തിന്റെ സിനിമാറ്റോഗ്രാഫി ഒക്കെ വളരെ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. എനിക്കിതിലൊരു പ്രശ്നം തോന്നിയത് മേക്കപ്പ് ഡിപ്പാർട്ട്മെന്റിലാണ്. അതായത് ഇതിൽ കമ്മിങ് ഓഫ് ഏജ് സിനിമയാണല്ലോ. ഒരു 70കൾ തുടങ്ങി ഇപ്പോൾ 2024 വരെയുള്ള ഒരു കഥ അവർ പറയുന്നുണ്ട്. അപ്പോൾ ഒരു 50 വർഷത്തിന്റെ ഒക്കെ ഗ്യാപ്പ് ഉണ്ട്. അപ്പൊ കുറെ ക്യാരക്ടേഴ്സ് വയസ്സായിട്ട് ഇതിൽ കാണിക്കുന്നുണ്ട്. അതിൽ ചിലരുടെ ഒക്കെ മേക്കപ്പ് വളരെ നന്നായിട്ടുണ്ട്. എസ്പെഷ്യലി ധ്യാൻ ശ്രീനിവാസന്റെ മേക്കപ്പ് ഒക്കെ ശരിക്കും നമുക്ക് ആ ഏജ് ഫീൽ കിട്ടും. ചില ആൾക്കാരെ എത്രത്തോളം മേക്കപ്പ് ഇടിച്ചിട്ട് കൊണ്ട് വയസ്സാവണില്ല. അവർക്ക് മേക്കപ്പ് ഇട്ട് മറ്റേ ഫാൻസി ഡ്രസ്സിന് വന്ന പോലത്തെ ചില സ്ഥലത്തൊക്കെ അങ്ങനെ തോന്നിയിരുന്നു. ഇനി ഇതിപ്പോ മേക്കപ്പിന്റെ കുഴപ്പമാണോ അത് ആൾക്കാർക്ക് മേക്കപ്പ് ചെയ്തിട്ടും വയസ്സാവാത്തതിന്റെ കുഴപ്പമാണോ എന്താണെന്നറിയില്ല. അത് അത്ര കൺവിൻസിങ് ആയില്ല. അതർ ദാൻ ദാറ്റ് ഫിലിം അടിപൊളിയാണ്. ഒരു പതിവ് വിനീത് ശ്രീനിവാസന്റെ പടത്തിലുള്ള എല്ലാ സാധനങ്ങളും ഇതിലുണ്ട്. ചിരിയുണ്ട്, സ്നേഹമുണ്ട്, ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, ക്രിഞ്ച് ഉണ്ട്. പക്ഷെ ഒരു പാക്ക്ഡ് തിയേറ്ററിൽ ഇതെല്ലാം വർക്കാവും. അതാണ് ആളുടെ പ്രത്യേകത. അപ്പൊ ഹൃദയം തിയേറ്റർ സക്സസ് ആണ്. OTT ഇറങ്ങിയപ്പോഴാണ് അതിൽ കുറെ ക്രിഞ്ച് ഉണ്ടെന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ ഇൻ ദ മൊമെന്റ് ആ സിനിമ കാണുമ്പോൾ ഇതെല്ലാം വർക്കാവുന്ന ഒരു സെറ്റപ്പ് തന്നെയാണ്. പടം ഇറങ്ങിയിട്ട് ഒരു ലോഡ് ട്രോള് കിട്ടാത്ത സാധനങ്ങൾ ഇതിലുണ്ട്. പക്ഷെ നിങ്ങൾ തിയേറ്ററിൽ പോയി കാണുമ്പോൾ അത് അങ്ങനെ തോന്നുന്നില്ല. അപ്പൊ അത്രയും വെൽ ക്രാഫ്റ്റഡ് ആയിട്ട് ഇറക്കിക്കുന്ന സിനിമയാണ്. വിഷു ഈദ് റിലീസുകളിൽ ഈ പടം എന്തായാലും ബ്ലോക്ക് ബസ്റ്റർ എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇനി രംഗണ്ണനും ജയഗണേഷും എന്താവും എന്നുള്ളത് കണ്ടറിയാം. അപ്പൊ ഇത് കഴിഞ്ഞാൽ നേരെ രംഗണ്ണനെ കാണാൻ പോവാണ്. കണ്ടിട്ട് അതിന്റെ അഭിപ്രായമായിട്ട് വരാം. കാണാം.